വിശുദ്ധ ഉച്ചരീശയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനങ്ങളിൽ ഒന്നായിരുന്നു തൻ്റെ പ്രിയ പിതാവിന് രോഗം മൂലം അനുഭവിക്കേണ്ടി വന്ന വേദനകളും മനോരോഗാശുപത്രിയിലായിരുന്നപ്പോൾ അനുഭവിച്ച എളിമപ്പെടുത്തലുകളും. അവളുടെ വ്രതവാഗ്ദാന ദിവസം തന്നെ പ്രിയപ്പെട്ട തൻ്റെ രാജാവിന് രോഗം മൂലം അതിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ വന്നത് കൊച്ചുത്രേസ്യയെ സംബന്ധിച്ച് താങ്ങാനാവാത്ത ദുഃഖമായിരുന്നു. അപ്പോഴും അതെല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ് അവൾ ചെയ്തത്. ആ വിഷമഘട്ടത്തെ ഓർമ്മിച്ചുകൊണ്ട് തൻ്റെ ചേച്ചിക്ക് കൊച്ചുത്രേസ്യ എഴുതി, പ്രിയപ്പെട്ട അമ്മേ, അനിശ്ചിതമായ നമ്മുടെ ക്ലേശഘട്ടം എത്രയോ മാധുര്യമേറിയതായിരുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് സ്നേഹത്തിൻ്റെയും കൃതജ്ഞതയുടെയും നെടുവീർപ്പുകൾ മാത്രമേ അന്ന് ഉയർന്നിരുന്നുള്ളൂ. പുണ്യപൂർണ്ണതയുടെ പാതയിലൂടെ നാം അക്കാലത്ത് നടക്കുകയല്ല, നമ്മൾ 5 പേരും പറക്കുകയാണ് ചെയ്തിരുന്നത്. ചെറുപ്പം മുതൽ സഹനത്തിലൂടെ കടന്നുപോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൊച്ചുത്രേസ്യ. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ 2 തവണ മരിച്ച് ജീവിച്ചവളാണ്. അന്ന് അമ്മ സെലിൻ്റെ എഴുത്തുകളിൽ നിന്നും മനസ്സിലാക്കാം, ജീവിതത്തിലുടനീളം വിവിധ രോഗങ്ങളാൽ അവൾക്ക് വളരെയധികം സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. മരിക്കുന്നതിന് മുമ്പ് ഏതാനും ആഴ്ചകളിൽ അസഹനീയമായ ശാരീരിക സഹനം അവൾക്കുണ്ടായി. ശക്തിയായ പനി, ക്ഷയരോഗിയായിരുന്നതുകൊണ്ട് നിലയ്ക്കാത്ത ചുമ, വേദന നിറഞ്ഞ ചികിത്സാരീതികൾ, ശ്വസിക്കാനുള്ള ക്ലേശം, നിരന്തരം കിടക്കയിൽ കിടക്കുന്നതിലുള്ള വ്രണങ്ങൾ, ശ്വാസകോശങ്ങളിൽ തുളച്ചു കയറിയിരുന്ന വേദന, ഇവയെല്ലാം അവൾ സഹിച്ചു. ഈ സഹനങ്ങളെയെല്ലാം യാതൊരു പരാതിയും കൂടാതെ ആത്മാക്കളുടെ രക്ഷയ്ക്കായും വൈദികരുടെ വിശദീകരണത്തിനായും അവൾ കാഴ്ചവെച്ചു. ചെറുപ്പകാലത്ത് വ്യസനത്തോടു കൂടിയാണ് അത് സഹിച്ചിരുന്നതെങ്കിൽ ജീവിതത്തിലെ സായാഹ്നത്തിൽ അവൾക്ക് ഓരോ സഹനവും സൗഭാഗ്യമായിട്ടാണ് അനുഭവപ്പെട്ടത്. മരിയ ഗൊൺസാഗാമ്മയ്ക്ക് എഴുതിയ കത്തിൽ അത് വ്യക്തമാണ്. അവൾ എഴുതുന്നു, പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ ആത്മാവ് അനേകം തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുവാൻ നല്ല ദൈവം ഇടവരുത്തിയിട്ടുണ്ടെന്ന് അങ്ങേക്ക് നല്ലവണ്ണം അറിയാമല്ലോ. ജന്മം മുതൽ ഞാൻ വളരെ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ബാല്യകാലത്ത് ഞാൻ സഹിച്ചിരുന്ന വ്യസനത്തോടെ ആയിരുന്നപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ്. സഹനത്തിൻ്റെ സൗഭാഗ്യമാണിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.